ഇപ്പൊ ഈ ഇടയായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നുള്ള ഒരു ആവശ്യം ഇവിടെ വ്യാപകമായി ഉയരുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ നാൾ മുൻപേ മുതൽ ഈ പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് ആവശ്യപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ ഒരു ന്യായമില്ലേ? ഞാൻ പൂർണ്ണമായി പുരുഷ കമ്മീഷൻ വേണം എന്ന് വാദിക്കുന്ന ആളല്ല. എന്റെ അഭിപ്രായത്തിൽ പുരുഷനൊരു കമ്മീഷന്റെ ആവശ്യം നിലവിലുണ്ട് എന്ന് എന്താണ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. അതെന്തുകൊണ്ടാണ് പല സാഹചര്യങ്ങളിലും ഇപ്പോ പല പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതികൾ വന്ന നിരവധി കേസുകളുണ്ട് ഇല്ലേ? കഷായം ഗ്രീഷ്മ കേസ് അറിയാവോ? അതില് അപ്പൊ അതില് പലരും ഇവനെ പോലെ ഉള്ളവരെ കഷായം ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും എന്ന് പ്രമുഖയായ ഒരു സാഹിത്യകാരി പറഞ്ഞിരുന്നു. അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. എല്ലായിടത്തും സ്ത്രീകൾ മാത്രമല്ല ഇര. സ്ത്രീകൾ അവരുടെ സ്ത്രീ എന്ന കിട്ടുന്ന ഒരു പരിഗണന ഉപയോഗിച്ച് സ്ഥാനമാനങ്ങൾ എടുക്കാൻ സ്ത്രീകൾ ശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷെ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പുരുഷൻ എന്ന നിലയിൽ അല്ലെങ്കിൽ പുരുഷന് സപ്പോർട്ട് ചെയ്യാൻ ഒരു കമ്മീഷൻ ഉണ്ടാകുമ്പോൾ പുരുഷന്മാർ എന്താണ് ഈ പറയുന്ന പോലെ ഞങ്ങളുടെ അവകാശമാണ് ഈ കമ്മീഷൻ, അതിനുവേണ്ടി മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കാൻ പോകുന്നത്? ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സ്ത്രീകൾ ചെയ്യുന്നില്ലേ? സ്ത്രീകൾക്ക് അനുകൂലമായി ഇവിടെ കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകൾ ആ നിയമത്തെ മിസ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. മറുവശത്ത് പുരുഷൻ അനുകൂലമായിട്ട് കുറെ നിയമങ്ങൾ ഉണ്ടാകട്ടെ, അപ്പൊ പിന്നെ ഇത് എങ്ങനെ ബാലൻസ് ആയി പോകും? എന്നാലേ അത് ബാലൻസ് ആയി പോകുള്ളൂ. ഞാനൊരു ഒരു ആളുടെ അനുഭവം പറഞ്ഞു തരാം. 18 വയസ്സായില്ല ഒരു പെൺകുട്ടി. അപ്പൊ ഇവിടെ പ്രേമിക്കുന്നത് 18 വയസ്സ് തികഞ്ഞിട്ടൊന്നും അല്ല ഇവിടെ പെൺപിള്ളേർ പ്രേമിക്കാൻ നടക്കുന്നത്. അപ്പോ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രേമത്തിലായി. ആ പയ്യൻ കൂലിപ്പണിക്കാരനാണ്. അപ്പൊ ഈ പ്രേമത്തിലായി അവർ ഒന്നിച്ച് എവിടെ പാത്ത് പതുങ്ങിയൊക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇത് പെണ്ണിന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ഒരേ വാശിക്ക് നിന്നിട്ട് കൊണ്ടുപോയി പോക്സോ കേസ് കൊടുത്തു ഈ ചെറുക്കനെതിരെ. ആ ചെറുക്കൻ ജയിലിലായി. അവിടെ ആരുടെ ഭാഗത്താണ് ന്യായം? പുരുഷന്റെ ഭാഗത്ത് ന്യായം. പുരുഷനെ ട്രാപ്പിലാക്കി നിയമങ്ങൾ ഉപയോഗിച്ച് അവന്റെ ജീവിതം അവിടെ തീർന്നു. നാളെ മുതൽ അവൻ ഇനി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവൻ ഒരു പോക്സോ കേസിലെ പ്രതി. ശരി, ഇവൻ പ്രേമിച്ചു, അവൾ ഇവന്റെ കൂടെ വന്നിരുന്ന കഥ പറഞ്ഞതിന് അവളുടെ പറഞ്ഞോട്ടെ, അവളുടെ വീട്ടുകാർ കൊണ്ടുപോയി ഇവനെ പെടുത്തിയതാണ് എന്ന് ആരെങ്കിലും വിശദീകരിക്കുവോ? ഇല്ല. പകരം എന്ത് പറയും? പോക്സോ കേസിലെ പ്രതിയാണ് അവൻ. അപ്പോ പോക്സോ കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്? പൊതുവെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഇവൻ റേപ്പ് ചെയ്തു എന്ന ഒരു ചിന്തയാണ് സാധാരണ ഒരാളിന്റെ മനസ്സിൽ ഉണ്ടാകുന്നത്. ശരിക്കും അവിടെ അതാണോ വാസ്തവം? ഇല്ല. ആ പെൺകുട്ടി ഇവനോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും നിർബന്ധിച്ച് പ്രേമിപ്പിക്കുകയും ചെയ്ത് അവർ ഒന്നിച്ച് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന കഥ പറയുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ നിയമത്തെ അവർക്ക് അനുകൂലമായ രീതിയിൽ ആ ചെറുക്കന്റെ ജീവിതമാണ് അവിടെ ഇല്ലാതെ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ ഇഷ്ടം പോലെ ഡൈവേഴ്സ് കേസുകൾ നടക്കുന്നുണ്ട്. അത് എല്ലാം എന്നല്ല, ഒരു വലിയ വിഭാഗം ഡൈവേഴ്സ് കേസുകളിലെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് എലിമണി കൊടുക്കുമ്പോൾ ഈ പുരുഷൻ എന്ന് പറയുന്ന ആള് ദരിദ്രവാസിയായി മാറുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോ ജെൻഡർ ഇക്വാലിറ്റി, സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ശരി, അങ്ങനെ തന്നെ വേണം. ഞാൻ ഈ പോയിന്റ് ഒന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സ്ത്രീയും പുരുഷനും ഒരേപോലെ കുടുംബത്തിന്റെ രണ്ട് അടുക്കളയിൽ എന്താ, ആണുങ്ങൾ കയറിയാൽ എന്താ, ആണുങ്ങൾക്ക് കുക്ക് ചെയ്താൽ എന്താ, പാത്രം കഴുകിയാൽ എന്താ, ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോ ഏൺ ചെയ്യുന്ന കാര്യത്തിൽ കുടുംബം നോക്കാൻ, കുടുംബത്തിന്റെ ചെലവ് നോക്കാൻ ആണും പെണ്ണും തുല്യമായിട്ട് തന്നെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആണ് ജോലി ചെയ്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ഫോളോ ചെയ്യുന്ന ഒരുവിധമുള്ള ആൾക്കാരെങ്കിലും ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളിടത്ത് വിദേശങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് വീട്ടിലേക്ക് കാശ് അയച്ചുകൊണ്ട് അവരുടെ നല്ല പ്രായം മുഴുവൻ അവർ അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് പൈസ വീട്ടിലേക്ക് അയക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ കോവിഡ് കാലത്ത് ഒരുപാട് പേര് വിദേശത്ത് ജോലിയുള്ളവർ പലരും നിർത്തലാക്കി വരികയും ചെയ്തു. ഒരുപാട് പേരുടെ ബിസിനസ് പൊളിഞ്ഞവർ, ഇപ്പൊ നാട്ടിലായാലും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് ബിസിനസ്സുകൾ നഷ്ടം വന്നവരുണ്ട്. ആ സാഹചര്യങ്ങളിലെല്ലാം, അതായത് അതിന് മുന്നേ വന്നുകൊണ്ടിരുന്ന പോലെ ഒരു ഇൻകം വരാതെയായി സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് ഡൈവേഴ്സിൽ എത്തുകയും ചെയ്യുകയും ശേഷം ഇനി ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഭാര്യയ്ക്ക് കോമ്പൻസേഷൻ എലിമണി കൊടുത്ത് ദരിദ്രവാസികളായി പോയ ഒരുപാട് പുരുഷന്മാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരവരുടെ വിഷമം പറഞ്ഞതാണ്. അവരുടെ നല്ല കാലം മുഴുവൻ അവർ ഇവർക്ക് വേണ്ടിയിട്ടാണ് അധ്വാനിച്ചത്. അപ്പൊ അവിടെ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ? അല്ല, ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നിരിക്കട്ടെ. ശരി, ഇനി ഒരു യഥാർത്ഥത്തിൽ ഇരയാകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇരയാകുന്ന പെൺകുട്ടി ഈ പുരുഷ കമ്മീഷന്റെ സ്വാധീനത്തിൽ ഇറങ്ങിപ്പോകില്ല എന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു കമ്മീഷൻ വന്നാൽ അവർക്ക് വരുന്ന കമ്മീഷന്റെ അടുത്തേക്ക് പോവാല്ലോ.
ഇരയായ പെൺകുട്ടി വനിതാ കമ്മീഷനിൽ പോവുകയും പുരുഷ കമ്മീഷന്റെ സ്വാധീനത്താൽ ഇറങ്ങി പോവുകയും ചെയ്താൽ പിന്നെ എന്ത് നീതിയായിരിക്കും കിട്ടുക അങ്ങനെ വരുമ്പോ? നീതി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ വിഭാഗത്തിന് മാത്രം കിട്ടിയാൽ പോവേണ്ടതല്ല. ഇവിടെ കുടുംബ ജീവിതത്തിൽ തന്നെ സഫർ ചെയ്ത് ജീവിക്കുന്ന എന്തുമാത്രം പുരുഷന്മാരുണ്ടെന്നറിയാമോ? സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്, ഇല്ല എന്നല്ല. അത് പണ്ട് കാലത്തെ കഷ്ടപ്പെടുന്നു, ഇപ്പോഴും കുറെ ആ ചിന്താഗതി എന്താ? പണ്ട് കാലത്തെ കഷ്ടപ്പെടുന്നു, ഇപ്പോഴും കഷ്ടപ്പെടുന്നു. അത് മാറ്റവുമുണ്ട്. ഒരുപാട് സ്ത്രീകൾ സ്വന്തം കഴിവ് ഉപയോഗിച്ച് അതിനെ അതിജീവിച്ച് വന്നവരുണ്ട്. ഞാൻ അത്തരത്തിലൊരു സ്ത്രീയാണ്. അതുകൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ച് ഈ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും തെറ്റുകാരല്ല, എല്ലാവരും പൊട്ടന്മാരല്ല, എല്ലാവരും ദുഷ്ടന്മാരല്ല. ഒരു ദീപകിന്റെ കേസിൽ ബസ്സിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീ വീഡിയോ എടുത്തു. ആ യുവാവ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആ കേസ് നിലനിൽക്കുന്നു. അയാൾക്ക് നീതി ലഭിക്കണം എന്നാവശ്യപ്പെടുന്നു. പക്ഷെ അതിന്റെ അർത്ഥം ബസ്സിൽ ഒരു പുരുഷന്മാരും ഒരു സ്ത്രീയെയും ഞോണ്ടില്ല, നുള്ളില്ല, വിച്ചില്ല എന്നല്ല. ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടെങ്കിലും ഒരു പുരുഷന്മാരിൽ നിന്ന് ഇത്തരം മോശം ഒരു അനുഭവം ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ആണുങ്ങളും അങ്ങനെ ചെയ്യുന്നവരല്ല എന്നാണ്. അല്ലാതെ ഇപ്പം പുരുഷന്മാരാരും സ്ത്രീകളെ ഉപദ്രവിക്കില്ല എന്നല്ല എൻ്റെ അർത്ഥം. തെറ്റ് പുരുഷനോ സ്ത്രീയോ എന്നല്ല, നീതി പുരുഷനും വേണം, സ്ത്രീക്കും വേണം. അപ്പോ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണം എന്ന് ഒരു വിഭാഗം പുരുഷന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വേണം തന്നെയാണ്. അല്ല, നമ്മുടെ സൊസൈറ്റി പറയുന്ന എന്താണ്? ഈ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആളുകൾക്കാണ് കമ്മീഷൻ. സ്ത്രീ വീക്കാണോ? സ്ത്രീ സ്ത്രീ അബലയാണോ? സ്ത്രീ അബലയാണോ? നമ്മുടെ പാട്രിയാർക്കൽ സമൂഹം, ഇന്നും പുരുഷ മേധാവിത്വമുള്ള സമൂഹം പറയുന്നത് വ്യാജ പീഡന പരാതികൾ കാണുന്നത് തന്നെയാണ്. വ്യാജ പീഡന പരാതികൾ കൊടുത്ത് പുരുഷന്മാരെ കുടുക്കിലാക്കുന്ന സ്ത്രീകൾ യഥാർത്ഥത്തിൽ അബലകളാണോ? നമ്മുടെ സമൂഹം ജഡ്ജ് ചെയ്യുന്നത് സ്ത്രീ അബലകളാണ്, അല്ലെങ്കിൽ സ്ത്രീ വീക്കാണ്. അതൊക്കെ കഴിഞ്ഞു, ആ കാലമൊക്കെ കഴിഞ്ഞു. തന്നെയാണ് കൊടുക്കുന്നത്. സ്ത്രീ അബല എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അബലയല്ല. ഞാൻ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്തൊക്കെ പ്രതികൂല പേഴ്സൺ ആണ് പറയുന്നത്. ഏതൊരു സാഹചര്യത്തിനെ അതിജീവിക്കാനുള്ള കേപ്പബിലിറ്റി നേടിയവളായിരിക്കണം സ്ത്രീ. പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പുരുഷനെ പോലെ അല്ല സ്ത്രീ. പക കയറിയ സ്ത്രീ ഏതറ്റം വരെയും പോവും. ഏത് എന്ത് വിദ്യ ഉപയോഗിച്ചും എതിരെ നിൽക്കുന്നു. അതിന് സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു സ്ത്രീയെ ഇല്ലാതാക്കാൻ പോലും, അല്ലാതെ സ്ത്രീയുടെ പൊതുശത്രു ആണെന്നല്ല. ഞാൻ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം കൊണ്ട് പറയാണ്. സ്ത്രീകളുടെ മനസ്സിൽ ഒരു പെണ്ണിനോടാണ് ശത്രുത തോന്നിയാലും ശരി, ഏതറ്റം വരെയും പോയി അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീകൾ. ഞാൻ പറയട്ടെ, അതൊക്കെ അംഗീകരിക്കുന്നു. ഇപ്പം ഞാനെന്ന വ്യക്തി സ്ത്രീ അബലയാണെന്നോ ഈ പറയുന്ന പോലെ പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ സമൂഹം പാട്രിയാർക്കൽ സമൂഹമാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പുരുഷ മേധാവിത്വമുണ്ട്. അത് നമ്മുടെ വീട് മുതൽ, എല്ലാ വീടുമല്ല എന്നാൽ പോലും 160% വീട് മുതൽ വിദ്യാലയമാകട്ടെ, ജോലിസ്ഥലമാകട്ടെ, എവിടെ എടുത്താലും അവിടെ എല്ലാം ഒരു പുരുഷ മേധാവിത്വമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിനാ ഏറെ പറയുന്നു? നമ്മൾ ഈ പറയുന്ന എഴുത്തുകാരില്ലേ, നമ്മൾ കേരളത്തിലുള്ളവർ പറഞ്ഞ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന എഴുത്തുകാരാണ് എം ഡി എടുക്കാം. എം ഡി എന്ന് പറയുന്നത് ഒരു പുരുഷ മേധാവിത്വ സ്വഭാവമുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കഥകളിലൊന്നും വലുതായി നമ്മൾ സ്ത്രീകളെ കാണാറില്ല. അദ്ദേഹത്തിന്റെ കഥകൾ എന്താണ്? അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം കഥകളാക്കി എഴുതിയിട്ടുള്ളത്. ആണ്. പക്ഷെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ അദ്ദേഹം കണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ കഥകളിൽ കാണുന്നത്. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, സൗപർണികയുടെ വീട്ടിൽ സൗപർണിക്ക് അത്യാവശ്യം പരിഗണന ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്, പരിഗണന ലഭിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ അപ്പോ സ്ത്രീ പുരുഷ സഹോദരനും സൗപർണികയ്ക്കും തമ്മിൽ വേർതിരിവുണ്ടോ വീട്ടില്? ഇല്ല. ഓഫീസില് ഇവിടെയുള്ള ആൺകുട്ടികളെക്കാൾ പരിഗണന സൗപർണിക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ ഒരു ഉണ്ട്. ഈക്വൽ പരിഗണന, അതിനേക്കാൾ പരിഗണന എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈക്വൽ അല്ലാതെ സൗപർണിക ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ് ആ ഒരു എല്ലായിടത്തുമല്ല. 60% വീടുകളിലൂടെ, എന്റെ ഫ്രണ്ട്സിന്റെ വീടുകളിലേക്ക് എനിക്ക് പേഴ്സണലി എന്താ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു മാസം മുന്നേ അച്ഛനോട് പെർമിഷൻ വാങ്ങാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതെന്തുകൊണ്ടാ? പെൺകുട്ടികളുടെ മേൽ കൂടുതൽ ആശങ്കയുള്ളത് കൊണ്ടാണ്. അവർക്കൊരു അപകടം പറ്റിയത്. അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹം, ഞാൻ പറഞ്ഞത് ഞാനോ ചേച്ചിയോ എന്ന വ്യക്തികളല്ല, നമ്മുടെ സമൂഹം ജഡ്ജ് ചെയ്യുന്നത് ഇന്നും സ്ത്രീകൾ വീക്കാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ അവരുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് തെളിയിച്ചു കൊടുത്താൽ അതുകൊണ്ടാണ് അവർക്കൊരു കമ്മീഷൻ വേണം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വരട്ടെ, പുരുഷന്മാർക്ക് നീതി ലഭിക്കും. അല്ല, നീതി ചേച്ചി പറയട്ടെ, വനിതാ കമ്മീഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് നീതി ലഭിക്കട്ടെ. ഇവിടെ പാട്രിയാർക്കിയൽ ഹൈറാർക്കി അങ്ങനെ എല്ലാം ഉണ്ട്. സ്ത്രീകൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഓക്കെ, സമ്മതിച്ചു, നിയമത്തിന്റേതായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചോട്ടെ. പക്ഷേ 100% സ്ത്രീകളും പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിലും തെറ്റ് ചെയ്യാത്തവർ, അതും ഞാൻ പറയില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ
നിസ്സഹായരായിരിക്കുന്ന സ്ത്രീകളുടെ പല ക്രൂരതകൾ കൊണ്ട് നിസ്സഹായരായിരിക്കുന്നത് ജീവിതം എന്താ നരകതുല്യമാക്കിയ ഒരുപാട് പുരുഷന്മാരുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് നീതി വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് പക്ഷെ അവർക്ക് നീതി വേണം. ഇതിനപ്പുറത്തേക്ക് ഒരു സംഗതി ഉണ്ടല്ലോ. ഈ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ കൂടി വന്നു എന്നിരിക്കട്ടെ, ഈ എല്ലാവരും പറയുന്ന പോലെ ഇത് ഈക്വലി ബാലൻസ്ഡ് ആവണമെന്നില്ല, ആകണമെന്നില്ല. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ അത് ശരി, അങ്ങനെ ഈ ബാലൻസ്ഡ് ആവില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് നീതി ലഭിക്കണ്ടേ? അങ്ങനെയല്ല, പുരുഷ കമ്മീഷൻ വന്നാൽ ഇത് രണ്ടും ബാലൻസ് ആവുമെങ്കിലും ഒക്കെ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ പുരുഷ കമ്മീഷൻ വരുമ്പോ വീണ്ടും അവിടെ സ്ത്രീകളെ അടിക്കാനുള്ള ആയുധമാക്കി ഞാൻ പറയുന്ന സൃഷ്ടിക്കപ്പെടുന്ന ഇരകളോ അതിജീവിതമാരോ അല്ല, യഥാർത്ഥ അതിജീവിതമാരെ ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ കൊണ്ട് എല്ലാവരും അല്ല, ഒരു 30% പുരുഷന്മാരെങ്കിലും ശ്രമിക്കുന്നതിൽ അങ്ങനെ ഒരു കമ്മീഷന്റെ ആവശ്യം വരില്ല. അത് വീണ്ടും സ്ത്രീകളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും. അത് തെറ്റിദ്ധാരണയാവാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. അത് കൃത്യമായി കൈകാര്യം ചെയ്താൽ ആർക്കും അവിടെ ചൂഷണം നേരിടേണ്ടി വരില്ല. അത് കൃത്യമായി കൈകാര്യം ചെയ്താൽ അത് സക്സസ് ആവുക. പക്ഷെ ഇങ്ങനത്തെ ആശങ്ക കാരണം നീതി ലഭിക്കേണ്ട പുരുഷന്മാർക്ക് നീതി ലഭിക്കരുത് എന്നല്ല. പുരുഷ കമ്മീഷൻ വരരുത് എന്നല്ല, വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യം വന്നു കഴിഞ്ഞിട്ടല്ലേ അതിന്റെ കാര്യങ്ങൾ അറിയില്ല. വന്നു കഴിഞ്ഞിട്ട് പിന്നീട് സ്ത്രീകൾ വീണ്ടും വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വന്നാൽ അതും കൂടി ചിന്തിച്ച്, അല്ലെങ്കിൽ അതും കൂടി പരിഗണനയ്ക്ക് എടുത്തിട്ട് അതിനെ തടയിട്ട് കൊണ്ട് മുന്നോട്ട് പോയാൽ ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ അങ്ങനെ അവരും ഒരിക്കലും സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല പുരുഷ കമ്മീഷൻ. അവർക്ക് നീതി ലഭിക്കേണ്ടിടത്ത് നീതി ലഭിക്കണം. പുരുഷ കമ്മീഷനിൽ അവർ വെക്കുന്ന ആശയങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ ആവശ്യങ്ങളുണ്ടല്ലോ, അത് ഈ പറയുന്ന പോലെ 3 പ്രാവശ്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ അംഗീകരിക്കാവൂ.